നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ കെ ബാബു സാറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ ബാലകൃഷ്ണൻ സർ, വൈസ് പ്രസിഡന്റ് അഭയം, അവാർഡ് ജേതാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാമേന്ദ്രൻ സർ, നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ DS നായർ സർ, ഇനാഗുറേഷൻ ഫംഗ്ഷൻ നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ബാബു സർ, അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അഗെയിൻ ബാബു സർ, ബാക്കി ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന അംഗങ്ങളെ, പിന്നെ വേദിയിലിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, അതുപോലെ അഭയം മെമ്പേഴ്സ്, ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിന് അഭയം മെമ്പേഴ്സിനെയും അതിൻ്റെ ഭാഗ്യവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വളരെ ഇവിടെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും വളരെ ഉത്തമ ഉദാഹരണമായിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും മരണത്തിൽ പോലും ആ ഒരു ഉദാഹരണം, അവയവദാനവും അതുപോലെ ബോഡി ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഉദാഹരണവും തന്നെ ഉയർത്തിപ്പിടിച്ച ഒരാളാണ് കരുണാകരൻ മേനോൻ സാർ. സാറിൻ്റെ ചരമവാർഷികം ഇങ്ങനെ വളരെ നല്ല പ്രവൃത്തികളോടുകൂടി നിങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ശരിക്കും അഭിനന്ദനാർഹമാണ്. പിന്നെ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അഭയം എന്ന് പറയുന്ന ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ചെയ്യുന്നതായിട്ട് എനിക്ക് വലിയൊരു നന്നായിട്ടൊരു പ്രിന്റ് ഔട്ടാണ് തന്നത്. ഞാനത് വായിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് എല്ലാം നമ്മളിവിടെ വിശദമായിട്ട് ബാബു സാറ് പറഞ്ഞു. ഇനിയും അത് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് കുറച്ച് അരോചകമായിരിക്കും. അപ്പം മെയിൻലി ഇവർ ചെയ്യുന്നത് അവയവദാനത്തിനെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അതുപോലെ നേത്രദാന ക്യാമ്പുകളും അത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവയവദാനത്തിനെ കുറിച്ച് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശരിയാണ്, കേരളം കുറച്ച് പുറകിലാണ്. ഒന്നാമത് ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ആ പരിപാടി പ്രോഗ്രാം നോക്കുമ്പോൾ നമുക്ക് 22, 23, 24 ഒരുപാട് കുറവ് ഡൊണേഷൻസ് ആണ് നടന്നിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു വർഷത്തിൽ ഏകദേശം 23 ഡൊണേഷൻ വരെ നടന്ന വർഷങ്ങളുണ്ട്. അപ്പോൾ അത് അവയർനെസ് കൂടുതലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കേസുകളും കാര്യങ്ങളും ഒക്കെ വന്നു. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു പരിപാടി കുറഞ്ഞു പോയത്. പക്ഷെ ഇപ്പോൾ അത് കേസോട്ടോ എന്ന് പറയുന്ന വലിയൊരു ബാനറിൽ അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സാറ് സൂചിപ്പിച്ചതുപോലെ വോളണ്ടറി ഡൊണേഷൻ, അപ്പോൾ അതിന് നമ്മൾ എറണാകുളത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഞാൻ തന്നെ ചെയർമാനായ കമ്മിറ്റിയെ കുറിച്ചും കൂടെയാണ് സാറ് പറഞ്ഞത്. പലരും വരും, സാറിൻ്റെ ലെറ്റേഴ്സും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. കാരണം ഇതിനകത്ത് ശരിക്കും ആ ആക്ട് പറയുന്നത് ഒരിക്കലും ഇതൊരു മണി മേക്കിംഗ് കാര്യമായി മാറാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ പിന്നെ പൈസയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ഒരു കമ്മിറ്റി കൂടി ഇട്ടാണ് നമ്മളതിനെ അംഗീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവയവദാനത്തിന് എല്ലാവരും മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ ഞാൻ ഇവിടുത്തെ അവാർഡ് ജേതാക്കൾ, ഇവർ രണ്ടുപേരും വളരെ അഭിനന്ദനം അർഹിക്കുന്ന രണ്ടുപേരാണ്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പിന്നെ നമ്മുടെ സലീല മുണ്ടൻ മാഡം വയനാട്ടിൽ മാസത്തിൽ 2 ദിവസം പോയി ആളുകളെ ചികിത്സിച്ച് അവർക്കൊരു സർവീസ് കൊടുക്കുന്നു എന്നാണ്. ഏകദേശം സിമിലർ ആയിട്ടൊരു ചരിത്രം എനിക്കും ഉണ്ട്. ആദ്യമായിട്ട് പ്രിൻസിപ്പലായിട്ട് പോസ്റ്റിംഗ് കിട്ടിയത് വയനാട്ടിലാണ്. അപ്പോൾ ആദ്യം എനിക്ക് വയനാട്ടിൽ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ പ്രിൻസിപ്പൽ ലിസ്റ്റിൽ മൂന്നാമത് കിടന്ന ആള് എന്നെയാണോ വയനാട്ടിൽ ഇടാനുള്ളത് എന്നൊരു സംശയത്തോടു കൂടിയാണ് ഞാൻ ചുരം കയറിയത്. സത്യം, എന്താ പറയുന്നത്, സത്യം പറയുകയാണ്. ഇവിടെ 1-2 വേക്കൻസികൾ ഈവൻ തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്നെ വയനാട്ടിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ വയനാട്ടിൽ പോസ്റ്റ് ചെയ്തത് അവിടെ NMC വരികയാണ്. 50 കുട്ടികളുള്ള മെഡിക്കൽ കോളേജ് സർക്കാരിന് തുടങ്ങണം. അപ്പോൾ അവിടെ ചെല്ലുന്ന പ്രിൻസിപ്പലിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ജോലി 50 കുട്ടികൾക്കുള്ള റെക്കഗ്നൈസേഷൻ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് നല്ല ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ യഥാർത്ഥത്തിൽ ഞാനാണോ വയനാട്ടിൽ പോകാനുള്ളത് എന്നൊക്കെ ഒരുപാട് സംശയത്തോടു കൂടിയാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ ഞാൻ ചെന്നു. മാനന്തവാടിയിലാണ് ആ മെഡിക്കൽ കോളേജായിട്ട് കാണിക്കുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ ചെന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ആശുപത്രിയൊക്കെ ഒന്ന് കയറി നടന്നു നോക്കി.
സത്യം പറഞ്ഞാല് ഞാൻ തന്നെ ഞെട്ടിപ്പോയെന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിൽ ഉള്ളതിന്റെ അത്രയും OP. ഞാൻ കളമശ്ശേരി വന്ന് ഒരു ദിവസത്തെ OP സ്റ്റാറ്റിസ്റ്റിക്സ് അന്ന് ചോദിച്ചപ്പോൾ 1300 എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ മാനന്തവാടി ചെന്നപ്പോൾ 2600 പേഷ്യൻസ് ആണ് ഒരു ദിവസം വരുന്നത്. അപ്പൊ അവിടെ OPയിൽ ഇരിക്കുന്ന ആളുകളെ, OPയിൽ കാണിക്കാൻ വന്ന ആൾക്കാരെ ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പല ഉന്നതിയിൽ നിന്നും ആ ട്രൈബൽ രീതിയിൽ ശിവാരിയൊക്കെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ നോട്ടൊക്കെ കെട്ടി നമ്മൾ ടിപ്പിക്കൽ കാണുന്ന ആ ഒരു അവരുടെ ആ ട്രൈബൽ ഇതും അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് അവർ വന്ന് അങ്ങനെ OPയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ കൂടെ വരുന്ന ആൾക്കാർ. പിന്നെ സാറ് പറഞ്ഞ പോലെ സിക്കിൾ സെൽ അനീമിയ അത് അവരുടെ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ആ അരിവാൾ രോഗം എന്ന് പറയുന്നത് അവർ ജനറ്റിക്കലി അവരിൽ നിന്ന് ഒരു തലമുറയിൽ നിന്ന് തലമുറയിലോട്ട് പകർന്നു പോകുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ചികിത്സകളേ ഉള്ളൂ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ ചികിത്സിക്കുന്ന ഒരു യൂണിറ്റ് അവിടെ ഉണ്ട്. അപ്പൊ ഈ എല്ലാവരെയും കണ്ടു. അതുപോലെ പ്രിൻസിപ്പലാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഈവൻ എനിക്ക് അവിടെ വണ്ടിയൊന്നുമില്ല, ഞാൻ ഓട്ടോയിൽ കയറിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഓട്ടോയിൽ കയറുമ്പോൾ അതിൽ 1-2 പേരൊക്കെ എന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇവിടെ മെഡിക്കൽ കോളേജ് വരുമോ മാഡം. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ ആഗ്രഹം, ആ OPയിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു പ്രതീക്ഷ, അതുപോലെ ആ വന്നിരിക്കുന്ന ആളുകളിലുള്ള അവരുടെ ആ ഒരു വേഷം, ഒരു ഇത് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നു. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ എന്തായാലും അതിന് മുമ്പോട്ടുള്ള വളർച്ചയേ ഉള്ളൂ. 50 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് ആണെങ്കിൽ അത് മുമ്പിലോട്ട് തന്നെ വളരും. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇതെന്തായാലും എൻ്റെ ഒരു കർമ്മമായിരിക്കാം. അങ്ങനെ ഞാൻ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു 50 പിള്ളേർക്ക് ഒരു റെക്കഗ്നൈസേഷൻ നേടിയെടുക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ നല്ലൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ എന്തോ എന്നെ അതിനുവേണ്ടി ചിന്തിപ്പിച്ചു. അവിടെയുള്ള ടീം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നു ഞങ്ങൾ അത് നേടിയെടുത്തു. അതിൻ്റെ കൂടെ കാസർഗോഡും കിട്ടി. അപ്പോൾ ആ സർവീസ് മൈൻഡ്. പിന്നെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ഞാൻ അതിന് ഒരുപാട് വേണ്ടി പറഞ്ഞില്ല, എന്നാലും എനിക്ക് ആ വയനാട് പോയി അവിടെ ഒരു സർവീസ് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. ആ ഓരോ പ്രാവശ്യവും ചുരം കയറി നമ്മൾ മേളിലെത്തുക എന്ന് പറയും. അപ്പം അത് വോളണ്ടറി ആയിട്ട് സ്വന്തം സർവീസ് എന്നുള്ള ഇതിൻ്റെ മേഖലയാണ് എന്ന് മനസ്സിലാക്കി ചെയ്ത മാഡത്തിനെ ഞാൻ അതിന് എല്ലാവിധ ആശംസകളും നേടുകയും ചെയ്തു. പിന്നെ ഇവിടെ പറഞ്ഞ മഠത്തിൽ അബ്ദുൾ അസീസ്, എനിക്ക് തോന്നുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് മാതൃഭൂമിയിൽ. കൊല്ലം പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീച്ചർ മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നു. ഞാനത് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 1-2 സ്ഥലത്തൊക്കെ ഫോളോ അപ്പ് ചെയ്തു. പക്ഷെ ഒരിക്കലും കാണാൻ പറ്റുമെന്നോ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നു. അതും സാധിച്ചു. നമ്മൾ ഇതുവരെ അവയവദാനം എന്നൊക്കെ പറഞ്ഞത് മരണം വരെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ മരണത്തിന് ശേഷവും ഒരു മനുഷ്യൻ അയാളുടെ അന്ത്യയാത്രയിലും അയാൾക്കൊരു ഒരു നല്ല, അല്ലെങ്കിൽ അയാൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അന്ത്യയാത്ര, അത് നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അത് ഒരു ആളിന്റെ റൈറ്റ് ആണ്. അപ്പൊ അതും ആ കാര്യത്തെ അതും നന്നായിട്ട് നോക്കി ചെയ്യുന്ന സാറിനെയും അതിന് ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഇവര് 2 പേരെയും കണ്ടുപിടിച്ച് അർഹരായവരെ തന്നെ അവാർഡ് ജേതാക്കളായി ഇവിടെ വന്ന് ആ ഒരു നല്ല മനുഷ്യന്റെ ചരമദിനത്തിന്റെ ഓർമ്മയിൽ ഒരു ആപ്റ്റായിട്ടുള്ള 2 പേരെയും കണ്ടുപിടിച്ച് അഭിനന്ദിക്കുന്നതിന് ഞാൻ ഇതിന്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. പിന്നെ ഇതിന്റെ കൂടെ നിൽക്കുന്ന ശ്യാമളൻ എന്നാണ് പറഞ്ഞത്. പാട്ടിന്റെ ഒരു മഹത്വം അത് എനിക്ക് അറിഞ്ഞൂടെ, ഇത് എന്റെ ഫീലാണ്. നിങ്ങൾക്കൊക്കെ അതെങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ തിരുവനന്തപുരംകാരിയാണ്. തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചു വളർന്ന് 86 MBBS ബാച്ചിൽ MBBS പഠിച്ചു. സാറ് പറഞ്ഞ ഹാരിസ് ചിറക്കിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹവും 86 MBBSന്റെ വിദ്യാർത്ഥി തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് MBBS പഠിച്ചത്. അന്നേ ഹാരിസിന് കുറച്ച് എന്താ പറയണ്ടത്, ഹാരിസിന് ഈ അന്യായമായിട്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഹാരിസ് അത് എതിർക്കും. അന്യായം എന്നല്ല, എന്തോ ഹാരിസിന് ഇപ്പൊ സാധാരണ നമ്മുടെ ക്ലാസ്സിലൊക്കെ പ്രസംഗിക്കുന്ന റൊപ്പുമാരാണ്. പക്ഷെ അന്ന് മുതൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഹാരിസ് അതിന്റെ പല വശങ്ങളും വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും മെഡിക്കൽ എഡ്യൂക്കേഷനിലായി. അത് ഞാൻ കോട്ടയത്തുണ്ടായിരുന്നപ്പോഴും ഹാരിസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുറച്ച് നാൾ ഞങ്ങൾ ട്രെയിനിൽ പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെ പല പല കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈ സർവീസ് ശരിയാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ MBBS സ്റ്റുഡൻസിന്റെ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ത് വ്യത്യാസം വരാം, ഇങ്ങനെയൊക്കെ ഹാരിസ് എപ്പോഴും ഓരോ ഐഡിയകൾ പറയും. നല്ലൊരു
വ്യക്തിയാണ്, വളരെ നല്ല വ്യക്തിയാണ്. ഒരു പിന്നെ എന്താ പറയണ്ടത്, ഒരു അഴിമതി എന്നൊക്കെ ആവാം, അതൊക്കെ വലിയ വലിയ വാക്കുകളാണെന്ന് ഞാൻ പറയും. ഒരു രീതി വളരെ നല്ല ഒരു പച്ചയായ മനുഷ്യനെന്ന് ഞാൻ പറയും. അതാണ് ഹാരിസ്. അപ്പോൾ തിരുവനന്തപുരംകാരിയായ ഞാനിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് വെളിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം തൃശ്ശൂരായിരുന്നു, പിന്നെ വയനാടായി, ഇപ്പം ഞാൻ എറണാകുളത്ത്. അപ്പോൾ കുറേ നാളായി ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറി നിൽക്കുമ്പോൾ ഒരു ഹസ്ബൻഡും ഒരു മോളുമാണുള്ളത്. അവർ തിരുവനന്തപുരത്താണ്. അപ്പോൾ ആ വീട്ടിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുന്നത്, ഹോം സിക്നെസ് മാറ്റാൻ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഞാൻ നെയ്യാറ്റിൻകരക്കാരിയാണ്. സാറ് പറഞ്ഞ ആ സുബ്രഹ്മണ്യം ആ ഹാർട്ട് കൊടുത്തെന്ന് പറഞ്ഞ അയാൾ എൻ്റെ 1 ഇയർ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ്. VTM-NSS കോളേജിൽ അഡ്വക്കേറ്റാണ്. പുള്ളിയെ എനിക്കറിയാം. അപ്പൊ നാട്ടില് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പൊ ഞങ്ങള് സന്ധ്യ കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പഴയ അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് കേൾക്കുന്നത്. ആ ദിവ്യനാമോ അയ്യപ്പ ഗംഗയാറ് പിറക്കുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, ഞാൻ യൂട്യൂബിൽ നിന്ന് ആ പാട്ട് കേൾക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ചെറിയ കുട്ടിയായി 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് എൻ്റെ നാട്ടിൽ കൂടെ ഓടി നടക്കുന്നതായിട്ട് എനിക്കത് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഹോം സിക്നെസ് കുറച്ച് മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് പഴയ പാട്ടുകൾ പാടുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും അതുപോലെ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരു വളരെ നല്ല ഒരു കലാകാരന് മാത്രം ആ അർപ്പണബോധത്തോടു കൂടി ചെയ്താലേ അത് സാധ്യമാവുള്ളൂ. അത് മാത്രമല്ല, ഹാർട്ടാണ്. അപ്പൊ ഞാനും എൻ്റെ വയനാട് എക്സ്പീരിയൻസ് പറഞ്ഞത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ എനിക്കതിന് ശമ്പളം കിട്ടി, എനിക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരാൾ അർപ്പണബോധത്തോടു കൂടി അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബിക്കോസ് യു ആർ പുട്ടിങ് യുവർ ഹാർട്ട് ഓൺ. സോ ഐ കൺഗ്രാറ്റുലേറ്റ് യു ഓൾസോ ഫോർ ഡൂയിങ് ദാറ്റ്. പിന്നെ ഇതിന് എന്നെ വിളിച്ച ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. എന്തായാലും ആ ഒരു നിങ്ങൾക്കും ആ ഹോസ്പിറ്റലിനോടുള്ള അടുപ്പവും അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സർവീസുകളും ഒക്കെ എനിക്ക് മനസ്സിലായി. ഒരു പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. എന്നെ വിളിച്ചതിന് വൺസ് അഗെയിൻ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഒരു കാലത്ത് മതസംഘടനകളുടെ മാത്രം ഒരു കുത്തക അല്ലെങ്കിൽ അവരുടെ മാത്രം സ്വഭാവമായിരുന്നു ഒരു സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്നത്. ആ ഒരു രംഗത്തേക്കാണ് അഭയം പോലുള്ള ഒരു സംഘടന ഒരു വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരുന്നത്. ഇന്ന് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു ഫാഷൻ എന്നുള്ള തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഫാഷനിലുപരിയായിട്ട് ഈ മനുഷ്യരെ സഹായിക്കുക എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. നമ്മൾ പ്രളയകാലത്തും കോവിഡിൻ്റെ കാലത്തും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിലും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുപോലെ ഒരു സംഘടന തുടങ്ങാൻ സാധിച്ച കരുണാകരൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വലിയ കാര്യമാണ് സമൂഹത്തിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റി ഞാൻ കുറേ വർഷം ഒരു അവാർഡ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. അതായത് അനന്തകീർത്തി പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞങ്ങൾ ഏറ്റവും സോഷ്യൽ വർക്കറായിട്ടുള്ള ഒരു ലോയർക്കാണ് എല്ലാ വർഷവും സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുക. പക്ഷെ കാലക്രമത്തിൽ അതിന്റെ എണ്ണം കുറഞ്ഞു പോകുന്നത് മാത്രമല്ല, ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ പല സമയത്തും വരും. അപേക്ഷകൾ ധാരാളം വരും. ചില അപേക്ഷകൾ വളരെ വലിയ ബണ്ടിലൊക്കെ ആയിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ തന്നെ ഡോക്യുമെന്റ് ചെയ്തു വെക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യാതൊരു ലാഭേച്ഛയില്ലാതെ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ ഡോക്യുമെന്റ് ചെയ്ത 21-50 അപേക്ഷകൾ ചിലപ്പോൾ ഉണ്ടാവും. അതെല്ലാം പതുക്കെ മാറ്റിവെച്ച് യഥാർത്ഥ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വയനാട്ടിൽ ഒരു അശോകൻ എന്ന് പറഞ്ഞ, അദ്ദേഹം അഡ്വക്കേറ്റ് തന്നെയാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അദ്ദേഹം ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. ചിലപ്പോ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷ അവിടുത്തെ പ്രവർത്തകർ അയച്ചു തന്നു. അതൊരു പേപ്പറേ ഉള്ളൂ. അശോകൻ, അദ്ദേഹത്തിന്റെ മേൽവിലാസം, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. പക്ഷെ ഞങ്ങളത് തെരഞ്ഞെടുത്തു. കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. അങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാത്ത ധാരാളം സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഇപ്പോ ശ്രീ അബ്ദുൾ അസീസ് ചെയ്യുന്ന പ്രവൃത്തി, ഞാനിപ്പോ ഒരു 6 മാസം മുൻപ് നമ്മുടെ ഇരുമ്പ് പാലത്തിനടുത്ത് ഇതുപോലെ ഒരു ഡെഡ് ബോഡി ഒഴുകി നടക്കണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കുറെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ അത് വലിച്ചടുപ്പിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചൊരു പ്രയാസം എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് ചക്കാലമുട്ടിലൊരു വെടിക്കട്ട കൊണ്ടെന്ന് പറഞ്ഞത് ബാബുചേട്ടൻ ഓർമ്മയുണ്ടോ? അന്ന് അവിടുത്തെ ബോഡി ഇങ്ങനെ ഒരു തോണിയിൽ കൊണ്ടിരുന്നു. അവിടെ ഒരു പെട്ടിയോട്ടമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതിൽ ഇല വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് ബോഡി എടുത്ത് വെക്കണം. അപ്പൊ അതിന്റെ ഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ സാധിക്കാത്തതാണ്. ഞങ്ങളന്ന് ഏതാണ്ട് 12 പേര് അവിടെ ഉണ്ടായിരുന്നു. ഞാനും ശ്രീകുമാർ, പിന്നെ വേറെ 3-4 പേര്, 12 പേര്. ഈ ബോഡി ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ 3 പേര് ശരിക്കും, ബാക്കി 9 പേരും അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളൊരു പ്രവൃത്തിയാണ് അതെല്ലാം ഇദ്ദേഹം ഇത്രയും കാലം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പലപ്പോഴും കരുതുന്നില്ല. അതും എണ്ണം അദ്ദേഹത്തിന് മറന്നുപോയതായിരിക്കും ചിലപ്പോൾ ഇതിലും കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടറുടെ കാര്യം, വയനാട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തായാലും ഇതുപോലെയുള്ള ചാരിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ ചിന്തിച്ചതിന് ചാരിറ്റിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഭാരതീയ ഫിലോസഫിയിൽ വാസ്തവത്തിൽ ചാരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വേറൊന്നുമല്ല, മനുഷ്യന്റെ ദുഃഖം അനുഭവിച്ച് തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം. പക്ഷെ കാലക്രമത്തില് ഞാൻ എൻ്റെ വാർഡില് ഒരിക്കലും ഈ കൊറോണ സമയത്ത് ഒരു രാവിലെ 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമായിരുന്നു. അപ്പൊ കൊറോണ കഴിഞ്ഞിട്ടും എനിക്കത് തുടരേണ്ടി വന്നിട്ട് അത് നിർത്തേണ്ട ഒരു സന്ദർഭം വന്നു ചേർന്നു. കാരണം ഒരു മാസം 45,000 രൂപ വെച്ച് ചെലവാക്കണം. ഒരാളെന്നോട് പറഞ്ഞു, ബാബുചേട്ടാ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കണമെന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്കറിയാൻ പറ്റും ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടണമെന്നുള്ളത്. ആ ചോദ്യത്തോടു കൂടി പിന്നെ ഒരാളുടെയും സഹായം സ്വീകരിക്കേണ്ടായി. ഒറ്റയ്ക്ക് എനിക്കത് സാധിക്കാതെ വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതപ്പെടും. നമ്മള് ഈ 3 ദിവസം കൂടുമ്പോൾ ഇഡ്ഡലിയാണ് കൊടുക്കുന്നത്. മുട്ട, ഇഡ്ഡലി, ദോശ, അങ്ങനെയാണ്. അപ്പൊ ഈ ഇഡ്ഡലി കിട്ടുന്ന ദിവസം ഇത്തിരി വലുതായിരിക്കും. നമ്മൾ വലിയ തട്ടിലാണ് ഉണ്ടാക്കുന്നത്. 2 എണ്ണം 11 മണിക്കും. നമ്മൾ ഫ്രഞ്ച് എന്നൊക്കെ അതിനെ പറയും, ഭയങ്കര മനോഹരമായിട്ട്. 2 എണ്ണം 11 മണിക്കും, വൈകിട്ട് 2 എണ്ണം 7 മണിക്കും കഴിഞ്ഞ് ജീവിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാനത് നിർത്തേണ്ട സാഹചര്യം വന്ന സമയത്ത് 5-6 പുരുഷന്മാർ, ഞാനവിടെ പോയില്ല, അവർ നിന്ന് കരഞ്ഞു അവിടെ. കാരണം പിറ്റേ ദിവസം പോലെ കിട്ടില്ല, നിർത്തേണ്ടി വന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറത്താണ്. നമ്മൾ കാണുന്നതല്ല ജീവിതം. ഇപ്പൊ തൊഴിലാളികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ ഈ വാർഡ് കൗൺസിലറായപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഈ തൊഴിലാളി എന്ന് പറയുന്നവർ ആരോഗ്യം വളരെ കുറവാണ്. അവർക്ക് ആഴ്ചയിൽ 1-2 ദിവസം ജോലിക്ക് പോകാൻ പറ്റും. 1-2 ദിവസം ജോലിക്ക് പോകുന്ന പണം കൊണ്ടാണ് ഒരാഴ്ചയൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ 1 മാസമൊക്കെ ജീവിക്കുന്നത്. അപ്പൊ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വലിയ നമ്മളെ കാണുന്ന ഈ പെരിഫറൽ ആയിട്ടുള്ളതിനപ്പുറം അന്തർധാരയിൽ വളരെ അധികം കഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പൊ ഇവര് തെരഞ്ഞെടുത്ത രംഗം, 2 പേരും തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക രംഗമാണ്. സാധാരണ പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിക്കുമ്പോഴോ സഹായിക്കാൻ സാധിച്ചില്ല, ജീവിക്കുമ്പോഴല്ലേ മനുഷ്യന് ആവശ്യപ്പെടുന്നത് ചോദിക്കും. പക്ഷെ മരണത്തിന് ശേഷവും മനുഷ്യന് ആവശ്യമുണ്ടെന്ന് ശ്രീ അസീസിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം നിർബാധം തുടരട്ടെ. അതുപോലെ തന്നെ ഡോക്ടറുടെ പ്രവർത്തനവും കൂടുതൽ ഭംഗിയായിട്ടും കൂടുതൽ സൗന്ദര്യത്തോടും കൂടി ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈ അഭയത്തിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഈ സമൂഹത്തിന് മുഴുവനും ഉയർച്ച വരുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളോടെല്ലാം ഒരു ദയവ് ചോദിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും സാവിത്രിക്കും ഒക്കെയുള്ള സ്വീകരണമാണ്. 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുവദിക്കണം എന്ന അപേക്ഷയോടുകൂടി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അറിയിക്കുന്നു. നമസ്കാരം. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ അറിയാൻ പാടില്ലാത്തവരാരും ഉണ്ടാവില്ല. ഇപ്പോൾ വേദിയിലിരിക്കുന്ന വ്യക്തികളെല്ലാവർക്കും ഞാൻ എല്ലാവരുടെയും ഒപ്പം എനിക്ക് വേദി പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. ബാബു സാറിനെ എല്ലാവർക്കും അറിയാം. ഞാനും കുഞ്ഞുനാൾ മുതൽ കണ്ടു പരിചയമുള്ള ഒരു MLA ആണ്. അപ്പോൾ പുതിയ MLA ഒന്നുമല്ല, ഞങ്ങൾ നേരത്തെ അറിയാവുന്നതുകൊണ്ട് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സാറിൻ്റെ പ്രവർത്തനം ഇങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സാറിൻ്റെ കൂടെ വേദി ഒരു 5 വർഷമായിട്ട് പങ്കിടാൻ സാധിച്ചു. ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ രണ്ടാമതും, ഇനിയിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ 2ാമത് കൗൺസിലറായതിനു ശേഷം സാറിൻ്റെ കൂടെ വേദി പങ്കിടുന്നത്. ഇതൊരു തുടക്കമാണ്. സലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത് ഞാൻ സലിനെ ഇങ്ങനെ വാട്സപ്പിലും ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കാണാറുണ്ട്.
അപ്പോൾ അന്ന് തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യാൻ തോന്നിയ ആ മനസ്സിനാണ് നമ്മൾ എന്താ പറയുക, നമുക്ക് അത്രയും സങ്കടവും തോന്നും, എന്നാൽ ഒരു അഭിമാനവും തോന്നും. നമ്മുടെ കൂടെ വന്ന ഒരു കുട്ടിയാണല്ലോ, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അയ്യോ അവൾക്ക് എന്തും ഭാഗ്യം കിട്ടി. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മൾ വിചാരിച്ചാൽ നടക്കുമൊന്നുമില്ല. ഇത് ചെയ്യാനായിട്ട് മനസ്സുണ്ടെങ്കിലും അത് അവിടെ പോയി ചെയ്യണമെങ്കിൽ അതൊരു ദൈവാനുഗ്രഹം തന്നെ വേണം. അത് ആ കുട്ടിക്ക് കഴിഞ്ഞ ജന്മം കിട്ടിയതായിരിക്കും ഈ ജന്മം ഇങ്ങനെ ഒരു സേവനം ചെയ്യാനായിട്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം, പ്രായമായവരുടെയും മൂത്തവരുടെയും മരിച്ചവരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സിദ്ധിക്കണതാണ്. നമ്മൾ വിചാരിച്ചാലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സാധ്യമല്ല. ഇപ്പോൾ ഡോക്ടറാണ്, എനിക്കറിയാം, അവിടെ കൂട്ടുകാരിയും ഒരു ഡോക്ടറാണ്, ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ഒരു വേദി ഇങ്ങനെ പങ്കിടാൻ എൻ്റെ ഒരു സുഹൃത്ത്, ബാല്യകാല സുഹൃത്ത് മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അത്രയ്ക്ക് ഞങ്ങൾ ക്ലോസ് ആയിരുന്നു. മറന്നിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് നമുക്ക് സങ്കടം വരും ആ സീൻ എഴുതിയതും ഫോട്ടോ കാണുമ്പോഴൊക്കെ. അപ്പോൾ വളരെ അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ എനിക്കും ഒരു അഭിമാനം, ഈ വേദിയിൽ ഒന്നിച്ച് പങ്കിടാൻ സാധിച്ചു. ഇനിയും ഇതുപോലെ ഒരു നല്ല കർമ്മങ്ങൾ, നല്ല ഡോക്ടറായിട്ട് തന്നെ പേരെടുക്കട്ടെ, നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക് അഭിമാനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ കൗൺസിലറായതിനു ശേഷം എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു ഡെത്ത് നടന്നു, സൂയിസൈഡായിരുന്നു. അപ്പോൾ സൂയിസൈഡ് നടക്കുമ്പോഴേക്കും അവിടെ വാർഡ് കൗൺസിലർ അന്വേഷിച്ചു. ഇവിടെ ഇങ്ങനെ ഒരാൾ താമസിക്കേണ്ടത് തന്നെ നമുക്കറിയില്ല. അവർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്നും അറിയില്ല. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യണം, കാണണം എന്നൊക്കെ പോലീസുകാർ പറഞ്ഞപ്പോൾ ഇതേപോലെ ടേബിളിൽ ബോഡി വെച്ചപ്പോൾ എനിക്ക് കാണില്ല, ബോഡി കുറച്ച് മുകളിലായിരുന്നു, ടേബിൾ പൊക്കായിപ്പോയി. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, മാമിന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പോയി നിന്നപ്പോഴേക്കും ബോഡി കാണില്ല. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇതെങ്ങനെ ഞങ്ങൾ ഇൻക്വസ്റ്റ് ചെയ്തണം, അപ്പോൾ അതുകൊണ്ട് മേശ ഒന്നില്ലെങ്കിൽ താത്തണം, അല്ലെങ്കിൽ ഒരു ചെയർ ഇട്ട് കൊടുക്കണം, മേഡം അതിൽ കയറി നിൽക്കട്ടെ. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ആ മേശ താത്താൻ പറ്റണില്ല, അയാൾ 2 ദിവസം കഴിഞ്ഞേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു സ്റ്റൂളിട്ട് ഞാൻ അവിടെ കയറി നിന്നു. പോലീസുകാർക്കൊക്കെ നല്ല ഹൈറ്റല്ലേ, അവരുടെ ഒപ്പം ഏകദേശം വന്നിട്ടാണ് പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടോ ദൈവമേ, കൺസൾട്ടറായത് അവസ്ഥയായ ബോഡിയുടെ മുമ്പിൽ നിൽക്കുകയും വേണം, പിന്നെ ഇവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ ഞാൻ വാർഡിൽ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഒന്നും കൂടി അറിയിച്ചു കഴിഞ്ഞാൽ ഒരു ഡെത്ത് വന്ന് രാത്രി 12:30-ക്കോ 2:30-ക്കോ ഒക്കെ ഒരു ഫോൺ വരുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അസോസിയേഷൻകാരെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യും, കൊടുത്തിട്ടുണ്ടോ, ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ. അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ഈ സാഹചര്യത്തിൽ കൂടെ പോകുന്നത് ഇപ്പോൾ കൗൺസിലർ എന്ന നിലയിൽ. വേറെ ഞാൻ ഈ ചാരിറ്റിയെ കുറിച്ച് പറയുന്നത്, അഭയത്തിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ ഈ ഇവിടെ ഹോള് പരിചയമാണ്, ഞങ്ങളിവിടെ വരാറുണ്ട്. പക്ഷേ ട്രസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഞങ്ങൾ അഭയത്തിൽ പോയാൽ എന്തെങ്കിലും സാന്ത്വനം കിട്ടാൻ പറ്റും എന്നുണ്ട്. പിന്നെ കൗൺസിലർ എന്ന നിലയിൽ ആരെങ്കിലും ഒരു ചെറിയ റിക്വസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ആരെങ്കിലും ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ജനങ്ങളാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അവരെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അവർ ഏത് ഹോസ്പിറ്റലാണ് ഡയാലിസിസ് ചെയ്യുന്നത് അവിടെ ചെയ്യാൻ അവർ പൈസ തരും. അപ്പോൾ അതുപോലെ ചെറിയ മട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൗൺസിലർ എന്ന നിലയിൽ എപ്പോഴും ഇതുപോലെ ചാരിറ്റിയെ സ്മരിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ ആരും എന്താ പറയുക, ഒരു വൃക്ക ഒരു ഭാര്യയ്ക്ക് വേണ്ടി വന്നു, ഭർത്താവ് കൊടുക്കാൻ തയ്യാറാണ്, നടന്ന സംഭവമാണ്. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. കാരണം അമ്മ പറയണു എൻ്റെ മോനെ, എനിക്കൊരു മോനേ ഉള്ളൂ, അച്ഛനും പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് വൃക്ക കൊടുക്കാൻ ആളില്ല. അപ്പോൾ ഭാര്യയുടെ സ്ഥിതി എന്താ, ഭാര്യയുടെ വീട്ടുകാരോട് സങ്കടപ്പെടും. ലാസ്റ്റ് നോക്കി 9 ലാക്ക് കൊടുത്തിട്ട് ഒരു വൃക്ക കിട്ടി. വൃക്ക ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആ കുട്ടി ഒരു 6 മാസം റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ജോലിക്ക് പോയി. ലേറ്റ് ബ്രെഡിലാണ് ആ കുട്ടിക്ക് ജോലി, ഒരു മോനും ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് തോന്നും വൃക്ക കൊടുക്കാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നണം. അപ്പോൾ വേറൊരാൾക്ക് നമ്മളിങ്ങനെ കൊടുക്കാൻ, ഞാനിപ്പോൾ സത്യത്തിൽ എൻ്റെ വാർഡിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊടുക്കാൻ തയ്യാറാണ്. കുറേ പേപ്പർ നമ്മൾ റെഡിയാക്കി വെക്കും. ഭാര്യയോടും മക്കളോടും ഒക്കെ ചോദിച്ചിട്ട് അദ്ദേഹം എല്ലാം റെഡിയാക്കി എൻ്റെ കയ്യിൽ ഒരു ലെറ്ററും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വെക്കുക, ആ വീട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, എടാ എനിക്ക് ക്രിയൊന്നും ചെയ്യാൻ പോകണ്ട, സാറ് പറഞ്ഞ പോലെ ആധാരം ഒന്നും നോക്കണ്ട, നീ വേണമെങ്കിൽ ഞാനേ ഒപ്പിട്ട് തരാം, നീ മെഡിക്കൽ കോളേജിൽ കൊടുത്തു. മോനൊരു ഡോക്ടറാണ്, ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് മെഡിക്കൽ കോളേജിൽ ബോഡി വേണമെന്നൊക്കെ അവൻ പറയും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും തരാൻ മുൻപോട്ട് വന്നാലേ അവർക്ക് ബോഡി കിട്ടുള്ളൂ.
അപ്പോൾ ബോഡി കൊടുക്കാനും ആൾ വേണം. വൃക്ക ഇതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചാൽ വീട്ടുകാർ ഇടപെട്ടാലും നല്ലതാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ കണ്ണുദാനം, അതെ കണ്ണുദാനം ഇപ്പോൾ കുറേ സംഘടനകൾ ഇതുപോലെ കണ്ണുദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡും വൈഫും, ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കളില്ല. ഇപ്പോൾ കണ്ണുദാനം എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അമ്മ വേഗം പറഞ്ഞു അതിനെന്താ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം കണ്ണുദാനം ചെയ്യണവരെ വിളിച്ച് അപ്പം തന്നെ ആ കണ്ണ് എടുക്കുകയും ചെയ്തവരുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഷുവറില്ല, വേറൊരാൾക്ക് ആപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നമ്മളത് ചെയ്യുള്ളൂ. ഇപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് പോയി. ആ അമ്മയുടെ ഒപ്പ് മാത്രമേ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർ കൊടുക്കണം കാണുമ്പോൾ നമുക്ക് തോന്നും കൊടുക്കാമെന്ന്. നമ്മൾ എന്നും പോകാണ്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളും അതിന് തയ്യാറാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജനങ്ങളെല്ലാവരും നമ്മൾ കാരണം മരിച്ചു കഴിഞ്ഞാലും അയാൾക്കത് ഗുണമുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു മനസ്സ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ കൂടുതൽ ഞാൻ വലിയൊരു പ്രസംഗമൊന്നും പോണില്ല. ചേട്ടനെ എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ടുകാരൻ, ഞാനും ഒരു ചെറിയ പാട്ടുകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പാട്ടെന്ന് കേട്ടാൽ എനിക്ക് ഒരു ഭയങ്കര ഇത് തന്നെയാണ്. എൻ്റെ വയസ്സായാലും പാട്ട് പാടിക്കൊണ്ടിരിക്കാം. പാട്ടിന് അങ്ങനെ പ്രായമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ യൂട്യൂബിലൊക്കെ പാടി ഇടാന്ന് വിചാരിച്ചു. സാറിനെ പോലെയുള്ള ഒരു പിന്തിരിപ്പിക്കണോണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. സാറ് പറയും പാട്ട് പാടിക്കോന്ന് പറയും, പക്ഷെ കുളമാക്കരുതെന്നും പറയും. അപ്പോൾ അതായത് ഞാൻ ഭജൻസൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പാട്ട് സ്കൂളിലൊക്കെ ഒരു പാട്ടുകാരിയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ആ സാഹചര്യത്തിലൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കണമുണ്ട് കുറച്ച് കോൺസെൻട്രേഷൻ കുറച്ചേക്ക് വേണം. എന്നാലും ഭജൻസൊക്കെ പാടും. ദൈവത്തിൻ്റെ പാട്ടുകൾ കേൾക്കാനും പാടാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവാർഡ് ദാനം മേടിച്ച എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഈ അഭയത്തിന് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇവിടുത്തെ കരുണാകരൻ സാറിൻ്റെ മോനും ഈ അതിൻ്റെ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടി അഭയത്തിൻ്റെ സ്ഥാപക നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈദ്യുതി കരുണാകരൻ സാറിൻ്റെ 29ാമത് ഓർമ്മ ദിനത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ കെ ബാബു, ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ M ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അഭയം, അവാർഡുകളെക്കുറിച്ച് അവാർഡ് ജേതാക്കൾ എന്ന് പറയാതെ അവാർഡ് മേടിച്ച ആളുകളെക്കുറിച്ച് ഇവിടെ സംസാരിച്ച KK രാമേന്ദ്രൻ ചേട്ടൻ, അഭയത്തിൻ്റെ സെക്രട്ടറി, അധ്യക്ഷ പ്രസംഗം നടത്തിയ TS നായർ, പ്രസിഡന്റ് അഭയം, അവാർഡ് മേടിച്ച ഡോക്ടർ സലില മുള്ളൻ, മഠത്തിൽ അബ്ദുൾ അസീസ്, അവാർഡ് നൽകിയ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ SS മിനി, മറ്റൊരു അവാർഡ് ജേതാവായിട്ടുള്ള ശ്യാമളൻ ചേട്ടൻ, ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ ശ്രീ PL ബാബു, വാർഡ് കൗൺസിലർ സാവിത്രി ചേച്ചി, പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെയർമാൻ TC ഷിബു, പ്രിയപ്പെട്ട അഭയം മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, ഇവിടെ ചാരിറ്റിയെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും പല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്ന് എനിക്കറിയാം. അവാർഡ് നേടിയ 2 പേർക്കും 3 പേർക്കും എല്ലാവിധ ആശംസകളും പറയുന്നതോടൊപ്പം MLA സൂചിപ്പിച്ച ഒരു കാര്യം, അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. നമ്മുടെ തൃപ്പൂണിത്തുറയിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ 2 മാസത്തിനകം തന്നെ നടത്തണം എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രതിനിധീകരിക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയറിൻ്റെ
ഒരു വളണ്ടിയറാണ്. അതായത് കഴിഞ്ഞ കൊറോണ സമയത്തെല്ലാം ഇപ്പം ഇവിടെ അഴുകിയ ബോഡികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ആരും തൊടാത്ത ബോഡികൾ ഒരുപാട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ തൃപ്പൂണിത്തുറയിൽ തന്നെ മേള കലാകാരൻ ആശാനായിരുന്നു പൊതുവാളാശാൻ. പൊതുവാളാശാൻ്റെ മൃതദേഹം ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന് 300ഓളം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് പോലും കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ 13ഓളം ബോഡികൾ ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാർ ആദ്യം വിളിക്കുന്നത് ഞങ്ങളായിരിക്കും. നമ്മൾ ചെന്ന് ആശുപത്രിയിൽ നിന്ന് ബോഡി മേടിച്ച് PP കിറ്റെല്ലാം എടുത്ത് നേരെ കൊണ്ടുപോകുന്നത് ശ്മശാനത്തിലേക്കാണ്. വീഡിയോ കോൾ വഴിയെല്ലാമാണ് പല ആളുകളും അത് കണ്ടത്. ആ പ്രവർത്തനത്തിനെല്ലാം എന്നോടൊപ്പവും ഇത്തരം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ഒരാളാണ് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനത്തിൽ എല്ലാവരും സഹായിച്ച് സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരം പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അവാർഡ് ജേതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.